നമസ്കാരം. ഇത് ആഫ്രിക്കയിലെ സെനഗൽ എന്ന രാജ്യത്തെ ഒരു സാധാരണ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലൂടെ ഇറങ്ങി നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ ചൈനയുടെയോ അമേരിക്കയുടെയോ ബൃഹത്തായ പ്രൊജക്റ്റുകളോ ഒന്നുമില്ല. എന്നാൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മനോഹരമായ ഒരു സ്കൂളുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആശുപത്രിയുണ്ട്. ഈ ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും മാസാമാസം ജീവിക്കാൻ വേണ്ടി ഒരു അലവൻസ് ലഭിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ കുട്ടികൾ ഭക്ഷണം കിട്ടാതെ അലയുന്നില്ല, ആരും പട്ടിണി കിടക്കുന്നില്ല. ഈ ഗ്രാമത്തിന്റെ പേരാണ് ബാംബൊളി. ചുറ്റുമുള്ള മറ്റ് ആഫ്രിക്കൻ ഗ്രാമങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയും കഷ്ടപ്പെടുമ്പോഴാണ് ഈ ഗ്രാമം വിജയത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ ഒരേ ഒരാളാണ്, ഒരു ഒറ്റ മനുഷ്യന്റെ സ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സാദിയോ മാനെ. ഈ ഒരു ഗ്രാമത്തിന്റെ വിജയത്തിന്റെ കഥ അല്ലെങ്കിൽ ഈ കുതിപ്പിന്റെ കഥ മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു ചെറിയ ബാലനെ പരിചയപ്പെടണം. അവൻ്റെ സ്വപ്നം ഒരു വലിയ ഫുട്ബോൾ കളിക്കാരനാവുക എന്നതിലുപരി തൻ്റെ ഗ്രാമവാസികളെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. അവൻ്റെ അച്ഛൻ ഒരു ഇമാമായിരുന്നു. തൻ്റെ മകനെ ഒരു അധ്യാപകനാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ അവൻ്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു. അവൻ്റെ 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. ഒരു സാധാരണ രോഗം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ആ ഗ്രാമത്തിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നില്ല. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. അതിനുശേഷം ആ ചെറിയ പയ്യൻ ചിന്തിക്കുന്നു, തനിക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി ഈ ഗ്രാമത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ഇനി ആരും ഡോക്ടർ ഇല്ലാത്തതിനാൽ, ചികിത്സ ലഭിക്കാത്തതിനാൽ മരിക്കില്ല എന്ന്. കാലം പിന്നെയും കടന്നു പോകുന്നു. തൻ്റെ 15ാമത്തെ വയസ്സിൽ അവൻ്റെ മനസ്സിലുള്ള ഫുട്ബോൾ എന്ന ആഗ്രഹവുമായി അവൻ നാടുവിടുന്നു. ആ രാജ്യത്തിലെ വലിയ നഗരങ്ങളിലൊന്നായ ഡാക്കർ എന്ന നഗരത്തിലാണ് അവൻ എത്തിച്ചേരുന്നത്. അവൻ അവിടെ വിശപ്പ് കൊണ്ടും താമസിക്കാൻ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ടും കഷ്ടപ്പെടുന്നു. അവൻ്റെ വിശപ്പ് ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഫുട്ബോൾ എന്ന ഗെയിമിനോട് കൂടിയായിരുന്നു. പല ക്ലബ്ബുകളിലും അവൻ അവസരം തേടിയെത്തുന്നു. പലരും അവന് ഒരു സ്കൗട്ടിങ്ങിനുള്ള അവസരം പോലും കൊടുക്കുന്നില്ല. ഒടുവിൽ ജനറേഷൻ ഫുഡ് എന്ന ക്ലബ്ബ് അവനൊരു അവസരം കൊടുക്കുകയാണ് സ്കൗട്ടിങ്ങിന്. എന്നാൽ അവനെ കണ്ടതും സ്കൗട്ട് ചെയ്യാനെത്തിയ സ്കൗട്ടേഴ്സ് പരിഹസിച്ചു ചിരിക്കുന്നു. കാരണം കീറിപ്പറിഞ്ഞ ഒരു ബൂട്ടും വള്ളി കൊണ്ട് കെട്ടിയ ഒരു ഷോർട്സുമാണ് അവനുണ്ടായിരുന്നത്. അവർ അവനോട് ചോദിച്ചു, ഇതുകൊണ്ട് നീ എങ്ങനെ കളിക്കും? അവൻ പറഞ്ഞു, എനിക്ക് ബൂട്ടുകളല്ല ആവശ്യം, അവസരമാണ്, ദയവായി എനിക്കൊരു അവസരം തരിക. അവരാ അവസരം കൊടുക്കുന്നു. അവൻ തൻ്റെ കഴിവ് ആദ്യ ചാൻസിൽ തന്നെ തെളിയിക്കുന്നു. അങ്ങനെ ആ ക്ലബിൻ്റെ ഭാഗമായി തീരുന്നു അവൻ. ഫ്രാൻസിലെ മെറ്റ്സ് എന്ന ക്ലബിലേക്ക് 2 വർഷത്തിന് ശേഷം അവൻ എത്തിച്ചേരുന്നു. എന്നാൽ ആഫ്രിക്കയിലെ കൊടും ചൂടിൽ നിന്നും ഫ്രാൻസിലെ അതികഠിനമായ ശൈത്യത്തിലേക്കാണ് അവൻ എത്തിച്ചേരുന്നത്. അവന് നിലനിന്ന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഫ്രാൻസിലെ കാലാവസ്ഥ. എന്നാൽ തിരിച്ചു പോവുക എന്നത് അവൻ്റെ ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. അവിടെ നിന്നും സാൾസ്ബർഗ് എന്ന ഓസ്ട്രിയൻ ക്ലബിലേക്ക്, അവിടെ വെച്ചാണ് യഥാർത്ഥ സാദിയോ മാനെ രൂപപ്പെടുന്നത്. അവൻ കളിച്ച് തെളിഞ്ഞ ക്ലബ്ബാണ് സാൾസ്ബർഗ്. സാൾസ്ബർഗിലെ പ്രകടന മികവ് കൊണ്ട് തന്നെ ഏതൊരു ഫുട്ബോളറിൻ്റെയും സ്വപ്നമായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നു. അവിടെ സൗത്താംപ്ടൺ അവനെ സൈൻ ചെയ്യുന്നു. സൗത്താംപ്ടണിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹാർഡ്രിക്ക് നേടുന്നു. 2 മിനിറ്റ് 56 സെക്കൻഡിൽ ഒരു ഹാർഡ്രിക്ക്. അത് ഇനിയും തകർക്കപ്പെടാത്ത ഒരു റെക്കോർഡാണ്. അടുത്ത കാലത്തെങ്ങും ആരും ആ റെക്കോർഡ് തകർക്കും എന്നും തോന്നുന്നില്ല. സൗത്താംപ്ടണിലെ പ്രകടന മികവ് അവനെ ലിവർപൂളിൽ എത്തിക്കുന്നു. പിന്നെ ക്ലോപ്പിൻ്റെ കീഴിൽ വിജയങ്ങളുടെ ഒരു കാലമായിരുന്നു സാഡിയോ മാനേക്ക്. ആ കാലത്ത് ലിവർപൂളിൻ്റെ ആ ഫ്രണ്ട് ലൈൻ 3 പ്ലെയേഴ്സിനെ ലോകത്തെ ഏത് ഡിഫൻസും ഒന്ന് പേടിച്ചിരുന്നു. സല, ഫെർമിനോ, മാനെ. അങ്ങനെ ആ ത്രയം കുറേ കാലം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വാണു. ആ കാലഘട്ടത്തിൽ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, ലീഗ് കപ്പ്, ക്ലബ് വേൾഡ് കപ്പ്, സൂപ്പർ കപ്പ്, അങ്ങനെ ഒരു പ്രീമിയർ ലീഗ് ക്ലബിൽ നിന്നും നേടാൻ കഴിയുന്നതെല്ലാം സാഡിയോ മാനെ ലിവർപൂളിനൊപ്പം നേടുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് 2019 ആഫ്രിക്കൻ നേഷൻ കപ്പ് സാഡിയോ മാനേക്ക് സെനഗലിനൊപ്പം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്നത്. അതിന് ധാരാളം വിമർശനം കേൾക്കേണ്ടി വന്നു. എന്നാൽ ചരിത്രം അതിൻ്റെ കാവ്യ നീതി കാണിച്ചു. 2021 സാഡിയോ മാനെ ഈജിപ്തിനെതിരെ സെനഗലിന് വേണ്ടി ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നേടുന്നു. ഒടുവിൽ 2026 നടന്ന ആഫ്രിക്കൻ നേഷൻസ് കപ്പിൻ്റെ ഫൈനൽ നമുക്ക് ഓർമ്മയുണ്ട്. കളി തീരാൻ ഏതാണ്ട് സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ മൊറോക്കോയ്ക്ക് അനുകൂലമായി റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നു. ആ പെനാൽറ്റിയിൽ പ്രതിഷേധിച്ച് സെനഗൽ പ്ലേയേഴ്സും കോച്ചും കളം വിട്ടു പോകുന്നു. എന്നാൽ മാന്യതയുടെ ആൾരൂപമായ സാഡിയോ മാനെ കളത്തിൽ തന്നെ നിന്ന് തൻ്റെ കോച്ചിനോടും സഹകളിക്കാരോടും പറയുന്നു, തോറ്റാലും ജയിച്ചാലും നമ്മൾ കളി പൂർത്തിയാക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ അവൻ തൻ്റെ കളിക്കാരെ
സഹകളിക്കാരെ തിരിച്ചു വിളിക്കുന്നു. മിനിറ്റുകൾക്ക് ശേഷമാണെങ്കിലും അവർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. മൊറോക്കോ ആ പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ആ മത്സരം സെനഗൽ ജയിക്കുന്നു. സാഡിയോ മാനെ വീണ്ടും ഒരു ഹീറോ ആകുന്നു, ഒരു രാജ്യത്തിൻ്റെ ഹീറോ. ഓർക്കുക, ചാമ്പ്യന്മാരുണ്ടാകുന്നത് ട്രോഫികൾ നേടുമ്പോൾ മാത്രമല്ല, അത് ജനഹൃദയങ്ങളെ കീഴടക്കുമ്പോൾ കൂടിയാണ്. തിരിച്ച് ക്ലബ് കരിയറിലേക്ക് വന്നാൽ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തൻ്റെ സഹകളിക്കാർ ഫെറാറിയും പ്രൈവറ്റ് ജെറ്റുകളും വാരിക്കൂട്ടുമ്പോൾ സാഡിയോ മാനെ ഒരു ഗ്രാമം തന്നെ പണിയുകയായിരുന്നു. അവൻ സ്വന്തം ഗ്രാമത്തിൽ സ്കൂളുകൾ പണിയുകയായിരുന്നു, ആശുപത്രികൾ ഉണ്ടാക്കുകയായിരുന്നു, റോഡുകൾ നിർമ്മിക്കുകയായിരുന്നു, തൻ്റെ ഗ്രാമവാസികൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുകയായിരുന്നു, ആ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു. ലിവർപൂൾ കരിയറിന് ശേഷം മാനെ ബയണിലേക്കും അവിടെ നിന്നും അൽ നാസറിലേക്കും എത്തുന്നു. സൗദിയിലേക്കുള്ള പോക്ക് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കി. പണം തേടി ആണ് മാനെ സൗദിയിലേക്ക് പോകുന്നതെന്ന് വിമർശകർ ആരോപിച്ചു. സത്യമാണ്, പണം തേടി തന്നെയാണ് മാനെ സൗദിയിലേക്ക് പോയത്. അവന് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, തൻ്റെ ഗ്രാമവാസികൾക്ക് നൽകാൻ, അവർക്ക് നല്ല ജീവിതം നൽകാൻ. ഇന്ന് ആ ഗ്രാമത്തിൽ ആരും ചികിത്സ ലഭിക്കാത്തതിനാൽ മരിക്കുന്നില്ല, ഒരു കുട്ടി പോലും ഭക്ഷണമില്ലാതെ ഉറങ്ങുന്നില്ല, കളിക്കാനും പഠിക്കാനും താല്പര്യമുള്ള ആർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അവിടെ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇന്ന് ധൈര്യമായി വലിയ സ്വപ്നങ്ങൾ കാണാം. കാരണം അവർക്ക് സ്വന്തമായി അവരുടെ പുറകിൽ നിൽക്കാൻ അവരുടെ സ്വന്തം സഹോദരനുണ്ട്, സാഡിയോ മാനെ. ഇതെല്ലാം ഒരു ഒറ്റ മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ ഇച്ഛാശക്തിയുടെ കഴിവ് മാത്രമാണ്. അതായിരുന്നു കളിക്കളത്തിലെ മാന്യനായ ആഫ്രിക്കയിലെ ബാംബോളി എന്ന ഗ്രാമത്തിൻ്റെ സ്വന്തം സാഡിയോ മാനെ.